ഒന്ന് ഒന്ന് ഈ ലസതി ഭാരതി ആരാണ് എഴുതിയത് എന്നുള്ളത്. ലസതി ഭാരതി എന്നുള്ളത് എഴുതിയത് സ്വർഗീയനായിട്ടുള്ള വി കൃഷ്ണശർമാജിയാണ്. കൃഷ്ണശർമാജി പല ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട്. ഏകദേശം 88-91 കാലഘട്ടത്തിന്റെ ഇടയിൽ ഒന്നാമത്തെ രണ്ടാമത്തെയോ പ്രശിക്ഷണ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട് സംസ്കൃതത്തിന്റെ. ആ പ്രസ്ഥാനത്തിന്റെ പ്രശിക്ഷണ ശിബിരം മണ്ണാറശാലയിൽ വെച്ച് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തതാണ് ശിക്ഷാർത്ഥിയായിട്ട്. ഇപ്പൊ ഗംഗാരം മാഷും ഈ ശർമാജിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ശർമാജി അന്ന് ഈ ഗാനം ആലപിച്ചിരുന്നു. അപ്പൊ നേരിട്ട് ശർമാജിയിൽ നിന്ന് കേട്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ നന്നായിട്ട് നേരത്തെ മുരളിച്ചേട്ടനൊക്കെ പാടിയ പോലെ നന്നായിട്ടൊന്നും പാടാൻ അറിയില്ല. പക്ഷെ അതിന്റെ അർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാം. അപ്പൊ ഇവിടെ ലസതി ഭാരതി എന്നുള്ള ഈ ഗാനം സംസ്കൃത ഗാനമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ എഴുതേണ്ടി വരും. മലയാളത്തിൽ എഴുതിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഭാരതിയുടെ ക്വസ്റ്റ്യനിൽ ലസതി ഭാരതി എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു രണ്ട് വരികളോ അല്ലെങ്കിൽ കുറച്ച് ഒരു ശ്ലോകമായിട്ടൊക്കെ തരും. അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം തരുന്ന സമയത്ത് അത് നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ വിപുലമായിട്ട് വ്യാഖ്യാനിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. അപ്പൊ ഇവിടെ ലസതി ഭാരതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭാരതി എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. ഏത് ഭാഷയാണ്? സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷ ലസതി ലസിക്കുന്നു അല്ലെങ്കിൽ വിലസിക്കുന്നു. ഇങ്ങനെ വിലസിക്കുകയാണ് സംസ്കൃത ഭാഷ. അതിനെക്കുറിച്ചാണ് ഈ ഗാനം. ലസതി ഭാരതി ഭാരതേ സദാ ചിരപുരാതനീ നിത്യനൂതന നിഗമനിസൃത വിശ്വവന്ദിത ഋഷിഭിരീഡിത ധീപ്രചോദിനി കവിഭിരീഡിത കൽമഷാപഹ രസികരഞ്ജിനി ധ്വാന്തനാശിനി. ഇതാണ് ശ്ലോകം. ട്യൂണൊന്നും ശരിയായില്ല, പക്ഷെ എന്നാലും അതിന്റെ അർത്ഥം പറയാം. ലസതി ഭാരതി, ഭാരതത്തിൽ, ഭാരതം നമുക്കറിയില്ല, ഭാസി, ഭാതി, ഭാ എന്ന് പറയുന്നതിന് 3 അർത്ഥം. അതൊക്കെ ഞാൻ പറയാൻ സമയമില്ല. മാഷ് പറഞ്ഞത് 3/4 മണിക്കൂറിനുള്ളിൽ ചുരുക്കണം എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഏകദേശ അർത്ഥം പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഭാരതത്തില് ഭാരതി ലസിക്കുന്നു. എങ്ങനെയാണ് ഭാരതി ലസിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഭാരതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാസിൽ രമിക്കുന്നത്, അങ്ങനെ കുറെ അർത്ഥമുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഭാരതത്തിലെ ഭാരതി സംസ്കൃത ഭാഷ വിലസിക്കുന്നു. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ചിരപുരാതനി അല്ലെ ചിരപുരാതന, 2 പാഠഭേദമുണ്ട്. അതിൽ ചിരപുരാതനമായിട്ട് നമുക്ക് അതും അർത്ഥം അറിയാം. ഇതൊന്നും വ്യാഖ്യാനിക്കാനൊന്നും ഇല്ല. ചിരമായിട്ട്, വളരെ കാലമായിട്ട്, പുരാതനമായിട്ടുള്ള, ഏറ്റവും ഭാരതീയ ഭാഷകളിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഭാഷ. ഭാഷാസു പ്രാചീനതമാ ഭാഷ ഭവതി സംസ്കൃത ഭാഷ. ഭാഷ എന്ന് പറയുന്നത് ഭഷതി ഇതി ഭാഷ എന്ന്, സംഭാഷണം ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഭാഷ എന്ന് പറഞ്ഞത്. അതിൽ നിന്നുണ്ടായതാണ് സംസ്കൃത ഭാഷ, സംസ്കരിച്ച ഭാഷ. അതിന്റെ സംസ്കരിക്കാത്ത ഭാഷയെ പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഹിന്ദി, മറാത്തി, ഗുജറാത്തി, അസാമി, ഒറിയ, ബംഗാളി തുടങ്ങിയ അനവധി ഭാഷകൾ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ഫിലോളജിക്കൽ ടെക്സ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. അങ്ങനെ പ്രാചീനതമമായിട്ടുള്ള ഭാഷയില് അതില് നിത്യനൂതനമാണ്, ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും നിത്യമായിട്ട് നിത്യമാണ് ഭാഷ, ഈ സംസ്കൃത ഭാഷ. അതുപോലെ ഏറ്റവും നൂതനവുമാണ്. നൂതന പദങ്ങളൊക്കെ അതിൽ കയറുന്നുണ്ട്. പിന്നെ അടുത്തത് നിഗമനിസൃത, ആഗമ നിഗമങ്ങൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ വേദം എങ്ങനെയാണ് ഉണ്ടായത് വെച്ചാൽ ആഗമത്തിലൂടെയും നിഗമത്തിലൂടെയും ഈ നിർഗമിച്ചതുകൊണ്ട് ആ വേദ പുരുഷന്റെ നിന്ന് വന്നത് എന്നുള്ള അർത്ഥത്തില്, പിന്നെ അതിൽ നിന്നും രണ്ടും അർത്ഥം ഏകദേശം ഒന്ന് തന്നെ. അപ്പൊ ശൈവാഗമങ്ങൾ എന്നൊക്കെ പറയും. വേദങ്ങളെയൊക്കെയാണ് നമ്മൾ ആഗമങ്ങൾ എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ ആഗമ നിസ്സൃതം അതിൽ നിന്നുണ്ടായതാണ് പിന്നെ ഈ സംസ്കൃത ഭാഷ. അപ്പൊ വേദത്തിന്റെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സാഹിത്യകൃതി ഏതാണെന്നൊക്കെ PSC ക്വസ്റ്റ്യനിലൊക്കെ വരും എന്ന് പറഞ്ഞാൽ PSC ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? അതില് വേദം എന്നാണ്. ഋഗ്വേദമാണ് വേദത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത്. ലോകത്തിലെയാണ്, കേരളത്തിലെ ഭാരതത്തിലെ ഒന്നല്ല, ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സാഹിത്യകൃതി. അപ്പം അങ്ങനെയുള്ള നിഗമത്തിൽ നിന്നും വിശ്വവന്ദിതയായിട്ടുള്ള ഭാഷയാണ്. ആ നിഗമത്തിൽ വേദത്തിൽ ഉപയോഗിച്ചത് ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷ. അത് വിശ്വത്തിൽ മുഴുവൻ ആരൊക്കെ എവിടെയൊക്കെ, ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും യൂറോപ്പിലാണ്, ഏത് ഭാഗത്തു നിന്നും വൈദിക മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സംസ്കൃത ഭാഷയാണ് സ്മരിക്കപ്പെടുന്നത്. അങ്ങനെ വിശ്വത്താൽ വന്ദിക്കപ്പെടുന്ന ഭാഷയാണ് നമ്മുടെ സംസ്കൃത ഭാഷ. പിന്നെയോ ഋഷിഭീർ, ഇത് ആരാണ് വേദത്തിലൊക്കെ പറയുന്നത്? വേദത്തിൽ ഋഷേഹ മന്ത്രദൃഷ്ടാരഹ, മന്ത്രത്തിനെ ദർശിച്ച ഋഷികൾ പാടിയ ഭാഷയാണിത്. ധീപ്രചോദിനി, ഈ ഭാഷ ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? അപ്പൊ ധീപ്രചോദിനി, ബുദ്ധിയെ പ്രചോദിപ്പിക്കും. അടുത്തത് കവിഭിരീഡിത, കവികള് പ്രാചീനമായിട്ടുള്ള വാൽമീകി, വ്യാസൻ, പിന്നെ കാളിദാസൻ, ഭാസൻ തുടങ്ങിയ എത്ര കവികളാണ്. അവരാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ വലിയ വലിയ കവികളെയൊക്കെ നമ്മൾ സ്മരിക്കുന്നത്? ഉള്ളൂരായിക്കോട്ടെ, വള്ളത്തോളായിക്കോട്ടെ, കുമാരനാശാൻ, അങ്ങനെ വലിയ വലിയ മഹാകവിത്രയങ്ങൾ മാത്രമല്ല, മറ്റുള്ള കവികളൊക്കെ ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്തില് നമ്മുടെ ഭാരതത്തിൽ പലയിടത്തും എന്തുകൊണ്ടാണ് സ്മരിക്കുന്നത്? അവരൊക്കെ ഈ രാമായണം, മഹാഭാരതം തുടങ്ങിയുള്ള ഈ കവികൾ പാടിയ കൃതികളൊക്കെ വായിച്ച് അതിൽ നിന്നും ഉത്തേജനം ഉൾക്കൊണ്ടിട്ടാണ് ഈ കാവ്യങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. അങ്ങനെ കവികളാൽ പാടപ്പെട്ട ഭാഷയാണ് സംസ്കൃത ഭാഷ. അതുപോലെ കൽമഷാപഹം, കൽമഷത്തെ, ദുഃഖത്തെ, അല്ലെങ്കിൽ ഈ പാപത്തെ അല്ലെങ്കിൽ ദോഷത്തെയൊക്കെ മാറ്റുന്ന ഭാഷയാണ്. അപഹം എന്ന് പറഞ്ഞാൽ അത് മാറ്റുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. പിന്നെ രസികരഞ്ജിത, രസികന്മാരെ രഞ്ജിപ്പിക്കുന്ന ഭാഷയാണ്. ധ്വാന്തത്തെ നശിപ്പിക്കുന്ന, ഇരുട്ടിനെ അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഭാഷയാണ്. അതാണ് ഇതിന്റെ ഒരു ചുരുങ്ങിയ ഒരു സമ്മറി, ഒരു ചുരുക്കമായിട്ട് പറയാം. അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. രഘുവര പ്രിയ കൃഷ്ണ ഭാഷിത സകല മാനവൈരാതൃതാസ്തഥാ ശ്രവണമംഗള ശാന്തിദായിനി മധുരമഞ്ജുള ദേവവൈഖരി. രഘുവരപ്രിയൻ, നമുക്കറിയാം രഘുവരൻ ആരാണ്? ശ്രീരാമചന്ദ്രൻ. രഘുവംശത്തിലെ ശ്രീരാമൻ രഘുവംശത്തിലാണ്, അതുകൊണ്ടാണ് രാഘവൻ എന്ന് പേര്. അല്ലെങ്കിൽ രഘുവരൻ ഏറ്റവും ശ്രീരാമൻ ഉപയോഗിച്ച ഭാഷയാണ്. അത് മാത്രമല്ല കൃഷ്ണഭാഷിത, കൃഷ്ണൻ ഭഗവത്ഗീത നമുക്കറിയാലോ. എല്ലാം ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, എഴുതുമ്പം നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത, ഭഗവതാ ഗീയതേ ഇത് ഭഗവത്ഗീത എന്നാണ്, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പേര് തന്നെ വന്നത്. ആ ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷ. രാമായണത്തില് ശ്രീരാമൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ശ്രീരാമൻ സീതാദേവിയെ എങ്ങനെയാ? സീതാദേവി എന്നാണ് വിളിക്കുന്നത്. ശ്രീരാമനെ സീതാദേവി എന്താ വിളിച്ചത്? ആര്യപുത്ര എന്നാ വിളിച്ചത്. ആര്യപുത്ര എന്നുള്ള സംസ്കൃത വാക്ക്. എല്ലാം സംസ്കൃതമാണ് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ശാസ്ത്രത്തിന്റെ ഭാഷയാണ്, അതുപോലെ തന്നെ സംസ്കൃതം ഭാഷണത്തിന്റെ ഭാഷയും കൂടിയായിരുന്നു. ആര്യപുത്ര എന്നുള്ളതിന്റെ പ്രാകൃതമാണ് അജ്ജ ഉത്താന്റെ അയ്യ എന്നൊക്കെ തമിഴില്ലേ, ആദ്യ ദ്രാവിഡ ഭാഷ. അതുപോലെ മലയാളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അച്ഛൻ, അച്ഛ, നമ്മുടെ മലയാളത്തിൽ വരെ അങ്ങനെ സംസ്കൃതത്തിന്റെ ഇതാണ് അങ്ങനെ സകല മാനവൈഹി ആദൃത, എല്ലാ മാനവരാലും, മനനശീല പ്രാണി മനുഷ്യ എന്നാണ്, മാനവരാൽ ആദരിക്കപ്പെടുന്ന ഭാഷയാണ് സദാ എപ്പോഴും. ശ്രവണമംഗള, ശ്രവണത്തിൽ തന്നെ, കേൾക്കുന്ന സമയത്ത് തന്നെ മംഗളം ഉണ്ടാവും, അങ്ങനെയുള്ള ഭാഷയാണ്. ശാന്തിദായിനി, ശാന്തി ഉണ്ടാക്കുന്ന ഭാഷയാണ്, ശാന്തിയെ ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഭാഷയാണ്. മധുരമഞ്ജുള, മധുരമായ, മഞ്ജുളമായ, മനോഹരമായുള്ള ദേവവൈഖരി,
ദേവന്മാര് ഋഷികളൊക്കെ ഉപയോഗിച്ചിരുന്ന വൈഖരി ശബ്ദം എന്ന് പറഞ്ഞാൽ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറഞ്ഞാൽ 4 അവസ്ഥയാണ് ശബ്ദത്തിന്റെ വൈയാകരണ ഋഷികൾ പറയുന്നത്. അപ്പൊ പര എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പുറകിലുള്ള, നമ്മളൊരു ഭാഷ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പുറകിൽ, അത് മനസ്സിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പരാ, പശ്യന്തി കഴിഞ്ഞിട്ടാണ് പിന്നെ മധ്യമ, മനസ്സിൽ കൂടെ പുറത്ത് നാക്ക്, നമ്മൾ പറയില്ല നാക്കിന്റെ തുമ്പിലുണ്ട് മറന്നുപോയി, അതിന് പുറത്തേക്ക് വരുമ്പോഴാണ് വൈഖരിയാവുക. അപ്പൊ ഈ വൈഖരി ശബ്ദം ഉണ്ടാവുന്ന ആ ഭാഷയാണ് ഇത്. ഞാൻ ചുരുക്കി പറയുകയാണ്, പിന്നെയും കുറെ ഉണ്ട് പറയാനായിട്ട്. പക്ഷെ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ചുരുക്കുന്നത്. അടുത്ത 3-ാമത്തെ ശ്ലോകം. പിതൃപിതാമഹൈ ഭാഷിതാമിമാം ബഹുവിചക്ഷണൈ പോഷിതാമിമാം പിതൃപിതാമഹൈ ഭാഷിതാമിമാം ബഹുവിചക്ഷണൈ പോഷിതപ്രഭാം വിബുധരാദിധാം ശാസ്ത്രസംഹിതാം ദശദിശാസ്വിമാം ഘോഷയാമഹേ. പിതൃപിതാമഹൈഹി. പിതൃ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിതാക്കന്മാർ, അച്ഛനും ഒക്കെ. നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ നേരിട്ട് അച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പിതാമഹന്മാര്, മുതുമുത്തച്ഛന്മാര്, അച്ഛൻ ഒക്കെ സംസ്കൃതം കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അച്ഛന്റെ അച്ഛൻ പിതാമഹന്മാര് അതിനെക്കാട്ടും കൂടുതൽ സംസ്കൃതം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പിതാമഹന്മാര് തുടങ്ങിയുള്ള നമ്മുടെ തലമുറ, നമ്മുടെ ശ്രാദ്ധമൊക്കെ പറയുമ്പോൾ നമ്മൾ സംസ്കൃതം തന്നെയാണ്. കാരണം അവരൊക്കെ ഉപയോഗിച്ച ഭാഷയാണ്. അങ്ങനെ ഭാഷിതാം ഇമാം, ഈ ഭാഷയെ, ഇമാം ഭാഷാം, ഈ ഭാഷയെ അവരൊക്കെ ഉപയോഗിച്ചതാണ്. ബഹുവിചക്ഷണൈഹി, വലിയ വിചക്ഷണന്മാരും, പോഷിതാം ഇമാം, പോഷിതപ്രഭാം, അവരൊക്കെ ഈ ഭാഷയിലൂടെയാണ് വളർന്നത്, അല്ലെങ്കിൽ അവർ വളർത്തിയ ഭാഷയാണ്. വിബുധരാദി, ഈ പലതരത്തിലുള്ള ബുദ്ധിമാന്മാരാലും ആരാധിക്കപ്പെടുന്നതാണ്. ശാസ്ത്രസംഹിതം, ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച ഭാഷ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്യതേ അനേന തത് ശാസ്ത്രം എന്നാണ് സംസ്കൃതത്തിൽ അതിന്റെ ഡെഫിനേഷൻ. ഇതിനാൽ ശാസിക്കപ്പെടുന്നത് കൊണ്ട്, ഇന്നത് ചെയ്താൽ ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇവിടെ അപ്പൊ ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ ഏത് ശാസ്ത്രം, ഊർജതന്ത്രം ആയിക്കോട്ടെ, രസതന്ത്രം, സംസ്കൃതത്തിലായിരുന്നു പഴയ കാലത്ത്. പിന്നെ അതെല്ലാം ഇംഗ്ലീഷിലേക്കൊക്കെ മാറ്റി. പിന്നെ അതില് നമുക്ക് തന്നെ അറിയാലോ, ഒരു 10 വർഷം കൊണ്ട് തന്നെ മൊബൈലിൽ എന്തൊക്കെ മാറ്റം വന്നു, അല്ലെങ്കിൽ IT മേഖലയിൽ എന്തൊക്കെ മാറ്റം. അതുപോലെ ആയിരക്കണക്കിന് വർഷം മുമ്പ് സംസ്കൃതമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് പിന്നെ കോളനൈസ് ചെയ്തിട്ട് ആംഗലേയത്തിലായപ്പോ പിന്നെ എല്ലാവരും ഇംഗ്ലീഷിൽ വായിച്ച് പഠിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ബേസിക് ടെക്സ്റ്റ് മുഴുവൻ ആയുർവേദ ആയിക്കോട്ടെ, ഊർജതന്ത്രം ആയിക്കോട്ടെ, രസതന്ത്രം ആയിക്കോട്ടെ, തന്ത്രശാസ്ത്രങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്ന് തന്നെയാ പറയുക. അപ്പൊ അതൊക്കെ തന്നെ സംസ്കൃതത്തിലാണ്. പിന്നെ ദശദിശാസു, 10 ദിക്കുകൾ. എങ്ങനെയാ 10 ദിക്കുകൾ? 4 ദിക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 4 ദിക്കുകൾ, 4 വിദിക്കുകൾ. പിന്നെ മുകളിലും താഴെയും. താഴെ ഉണ്ടോ എന്ന് വെച്ചാൽ താഴെ അധോലോകമാണല്ലോ, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ദശദിക്കുകളിലും ഘോഷയാമം, നമുക്കിത് ഘോഷണം ചെയ്യാം. ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കൃഷ്ണ ശർമാജി ഇതിലൂടെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഈ സംസ്കൃതത്തിനെ കുറിച്ചുള്ളത് നമുക്ക് ഉദ്ഘോഷണം ചെയ്യാം. അടുത്ത 4-ാമത്തെ ലാസ്റ്റ് വൺ. വിപുല വൈഭവാം ദേവതാമിമാം വിമല കീർത്തിതാം അർച്ചിതും വയം തനുസമർപ്പണം മനസമർപ്പണം ധനസമർപ്പണം കർത്തുമുദ്യത. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വിപുല വൈഭവം, വിപുലമായ വൈഭവത്തോട് കൂടിയിട്ടുള്ളതാണ്. വിഭവങ്ങൾ എല്ലാം വിപുലം, വളരെയധികം വിഭവങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇല്ലാത്ത ഗ്രന്ഥങ്ങളില്ല. ഇനിയും കണ്ടുപിടിക്കാൻ, ഇനിയും മനസ്സിലാക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ സംസ്കൃതത്തിൽ രത്നഖനികളാണ് ഉള്ളത്. നമ്മൾ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി ഗവേഷണ വിഷയങ്ങളായിട്ടുള്ള ഓരോന്നും ഇപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗവേഷണ വിഷയങ്ങളൊക്കെ ഈ സംസ്കൃതത്തിലുണ്ട്. അതിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക്, അങ്ങനെയുള്ള വിഭവങ്ങളുള്ള ദേവതയാണ് ഈ സംസ്കൃതവാണി. അതിന് വിമലയാണ്.
ഒരു മാലിന്യങ്ങളും ഇല്ലാത്ത ഇതിനെ നമുക്ക് കീർത്തിക്കാം. ഈ നമ്മുടെ സംസ്കൃത ഭാഷയെ നമുക്ക് കീർത്തനം ചെയ്യാം, ആലാപനം ചെയ്യാം, അർച്ചന ചെയ്യാം. അർച്ചന എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ സംസ്കൃത ഭാഷ എന്ന് എഴുതി വെച്ചിട്ട് അതിൽ കുറെ പൂക്കൾ ഇട്ട് ദീപകം കൊണ്ട് ഇങ്ങനെ ആരാധിക്കുക, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അർച്ചന ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തനുസമർപ്പണം, നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുക. പിന്നെയോ മനസമർപ്പണം, മനസ്സിരുത്തുക. നമുക്ക് മനസ്സുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, സംസ്കൃതമാകുന്ന അമ്മയ്ക്ക് ദേവിക്ക് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വിജയദശമി വരുന്നുണ്ട്. അത് മുതൽ നമ്മളെല്ലാവരും തന്നെ ഇതിന് പോലെ ശരീരം മനസ്സും മാത്രമല്ല ധനസമർപ്പണം, ഇതിന് പറ്റുന്ന എന്തെങ്കിലും ധനം, എന്തെങ്കിലും ഈ പറയുന്ന സംസ്കൃത ഭാഷയ്ക്ക് ദേവിക്ക് വേണ്ടിയിട്ട്, സംസ്കൃത ദേവിക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അർച്ചിക്കാം. അപ്പം മനധനം എന്ന് പറഞ്ഞാൽ മനസാ വാച കർമ്മട നമ്മൾ എന്തെങ്കിലും അർച്ചനകൾ ചെയ്യാം. കർത്തുമുദ്യത, അതിനുവേണ്ടി തയ്യാറാവണം എന്നാണ് ശർമാജി പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഇതിലേക്ക് പോവാം. സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കിയാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഇതിലെ സംശയങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഈ 4 ഈ ശ്ലോകങ്ങൾ, ഈ ഗാനത്തിന്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത നമ്മള് ഷോഡശഃ പാഠഃ 50ാമത്തെ പേജ്, 50ാമത്തെ പേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു. സംസ്കൃതസ്യ ശക്തയഃ, ഷോഡശഃ എന്ന് പറഞ്ഞാൽ 16ാമത്തെ, ഷോഡശഃ പാഠഃ 16ാമത്തെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതസ്യ ശക്തയഃ, സംസ്കൃതത്തിന്റെ ശക്തികൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പോയിന്റുകളൊക്കെ, ഈ പറയുന്ന 8 പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 8 പോയിന്റും നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം, അതും കൂടി ഒന്ന് തീർക്കാം. സമയത്തിന്റെ അഭാവം കൊണ്ട് വളരെ ഇതാണ്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഓടിച്ച് പറയാം. ഹൃദയേ അഗ്നിഹി, ഹൃദയത്തിൽ അഗ്നി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്കൃതത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ അഗ്നി ഉണ്ടാവണം. എങ്ങനെയാണ്? സർവേഷാം സംസ്കൃതജ്ഞാനം മനഃ സംസ്കൃതസ്യ വർത്തമാനദശാം ദൃഷ്ട്വാ അത്യന്തം ദൂയമാനം അസ്തി. സംസ്കൃതസ്യ പ്രചാരഃ ഭവേത് ഇതി തീവ്ര ആകാംക്ഷ അസ്തി ഭവേയുഃ, സർവേഷു ഭവേയുഃ. അतः തേഷാം സർവേഷാം ഹൃദയേഷു കശ്ചന അഗ്നിഃ പ്രജ്വലതി സംസ്കൃതായ സംസ്കൃത കാര്യകാരണായ ച, സംസ്കൃത കാര്യകരണായ ച. ഏഷാ സംസ്കൃതസ്യ മഹതീ ശക്തിഃ മൂലശക്തിഃ ച. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഈ സംസ്കൃതത്തിന്റെ ഓരോ പാരഗ്രാഫും പറയുന്ന, ഇപ്പൊ ഇതിന്റെ ഇത് എങ്ങനെയാ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, ഇതിന്റെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആ ഇതിൽ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം തരും, അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ ഒരു ഭാഗം, അതിന്റെ ബാക്കി നമ്മൾ അത് അതുകൊണ്ടാണ് ഇതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ പോയിന്റുകളൊക്കെ എഴുതാം. മലയാളത്തിൽ എഴുതിയാൽ മതി, സംസ്കൃതത്തിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിർബന്ധമൊന്നുമല്ല, എഴുതുന്നത് 90% പേരും മലയാളത്തിൽ തന്നെ എഴുതുക. അതുകൊണ്ട് എഴുതിയാലും പോയിന്റിനാണ് മാർക്ക്. അപ്പോൾ ഹൃദയ അഗ്നിഹി, ഹൃദയത്തിൽ അഗ്നി ഉണ്ടാവണം. എന്താണ് ഈ അഗ്നി? എന്താണ് ഹൃദയത്തിൽ അഗ്നി ഉണ്ടാവുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, സംസ്കൃതത്തിന്റെ ശക്തിയാണ്. സംസ്കൃതത്തിന് ഈ പറയുന്ന മൂലശക്തി, മഹതീ ശക്തി, സംസ്കൃതസ്യ മഹതീ ശക്തി, സംസ്കൃതത്തിന് സർവേഷാം സംസ്കൃതജ്ഞാന മനഃ സംസ്കൃതസ്യ വർത്തമാനദശ. ഈ വർത്തമാനത്തിൽ, വർത്തമാനം എന്ന് പറഞ്ഞാൽ വർത്തതി ഇതി വർത്തമാന, ഇപ്പോൾ വർത്തമാന പത്രം എന്നൊക്കെ പറയില്ലേ, വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും ഈ സമയം, ഇപ്പോൾ സംസ്കൃതത്തിന്റെ ദശ എങ്ങനെയാണെന്നാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ഇപ്പോഴത്തെ ദശ എന്ന് പറഞ്ഞാൽ, പണ്ട് ഇവിടെ സംസ്കൃതമായിരുന്നു എല്ലാവരും, ഭാരതത്തില് അഖണ്ഡ ഭാരതത്തിൽ മുഴുവൻ. ഇവിടെ ഇപ്പൊ ഇറാനും അഫ്ഗാനിസ്ഥാനോ അല്ലെ പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ശ്രീലങ്കയോ അങ്ങനെ അല്ല, അതെല്ലാം ഉൾപ്പെടെയുള്ള അന്നത്തെ ഭാരതത്തില് സംസ്കൃതമായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ആ സംസ്കൃതത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി ഇപ്പോൾ അങ്ങനെ വരികയാണ്. അത് കണ്ടിട്ട് ഹൃദയത്തിൽ അഗ്നിയാണ് ഉണ്ടാകുന്നത്. സംസ്കൃത ദേവിയെ അല്ലെങ്കിൽ സംസ്കൃത മാതാവിനെ പൂജിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ
ഒരു അഗ്നിജ്വാലയായിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് ഇങ്ങനെ? കുറെ കഴിഞ്ഞാൽ ഈ സംസ്കൃതം അതിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല, അതിന്റെ ആ സമയത്ത് പറയാം. അപ്പൊ അങ്ങനെ സംസ്കൃതസ്യ പ്രചാരഃ ഭവേത്, അങ്ങനെ സംസ്കൃതത്തിനെ പ്രചരിപ്പിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം, ആ ഇച്ഛാശക്തി, അതാണ് ഇവിടുത്തെ അഗ്നി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ സംസ്കൃതത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം, ഈ സംസ്കൃതം എന്ന് പറയുന്ന സംസ്കൃതം. അപ്പൊ കാര്യകരണായ ഈ സംസ്കൃതത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർവേഷാം ഹൃദയേഷു കശ്ചന അഗ്നിഹി പ്രജ്വലിത, അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു അഗ്നിയുണ്ട്. ആ അഗ്നിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതത്തിൽ. അതാണ് മൂലശക്തി. അടുത്ത പാരഗ്രാഫിലേക്ക് വരാം, സമയമില്ലാത്തതുകൊണ്ടാണ്. അടുത്തത് ജനാനാം ആദരഃ. സമാജേ സംസ്കൃത വിഷയെ ജനാനാം മഹാൻ ആദരഃ അസ്തി. സംസ്കൃതസ്യ വിരോധിനഃ തു അങ്കുലി ഗണനീയാഃ ഏവ. ശിക്ഷിതാഃ അശിക്ഷിതാഃ അധികാരിണഃ കർമ്മകരാഃ വണിജഃ കൃഷകാഃ ഹിന്ദവഃ മഹമദീയാഃ ക്രൈസ്തവാഃ ചേതി അനുരാഗിഷു സർവവിധജനാഃ സന്തി. സർവരാജനൈതിക ദളസദസ്യാഃ അപി സന്തി. അപാര പ്രമാണസ്യ അസ്യ ജനാദരസ്യ സംസ്കൃത ശ്രദ്ധായാഃ ച ലാഭ സ്വീകാരഃ കഥം ഇതി ചിന്തനീയം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ജനാനാം ആദരഃ, ജനങ്ങൾക്കൊക്കെ ആദരവുണ്ട്. സംസ്കൃതം പഠിച്ചവരെ അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ആദരവുണ്ട്, അതൊരു സംശയമില്ല, ഇന്നും അത് നശിച്ചിട്ടില്ല. അങ്ങനെ സമാജേ സംസ്കൃത വിഷയ ജനാനാം മഹാൻ ആദരഃ അസ്തി. ജനങ്ങൾക്ക് ഈ ഈ ലോകത്തിൽ ഏത് ഭാഗത്തു നിന്നാലും സംസ്കൃതം പറയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദരവ് തന്നെയാണ് ഉള്ളത്. സംസ്കൃതസ്യ വിരോധിനഃ തു അങ്കുലീകൻ. അപ്പൊ ഇനി സംസ്കൃതത്തിന് വിരോധികളില്ലേ എന്ന് വെച്ചാലോ, ഉണ്ടെങ്കിൽ അങ്കുലി ഗണനീയ. അങ്കുലി എന്ന് പറഞ്ഞാൽ വിരൽ കൊണ്ട് എണ്ണാവുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെയോ ശിക്ഷിതാഹ, പഠിച്ചവര്, അശിക്ഷിതാഹ, പഠിക്കാത്തവര്, അധികാരിണഹ, അധികാരസ്ഥാനത്തുള്ളവർ, കർമ്മകരാഹ, കർമ്മം ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ ആളുകൾ, വണിജഹ, വണിക്കുകൾ ബിസിനസ് ചെയ്യുന്നവർ, കർഷകാഹ, കൃഷകാഹ എന്ന് പറഞ്ഞാൽ കർഷകർ, ഹിന്ദവ, ഹിന്ദുക്കള്, മുഹമ്മദീയര്, ക്രൈസ്തവ, ക്രൈസ്തവര്, ചെയ്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മ്യൂട്ട് ചെയ്താ നന്നായിരിക്കും. അപ്പം ഞാനിപ്പോ എത്തിയുള്ളൂ, ഒരു സ്ഥലത്ത് പോയിരിക്കായിരുന്നു, സോറി. ശരി ഓക്കെ. അപ്പൊ ചെയ്തി സംസ്കൃതാനുരാഗിഷു മഹമ്മദീയാഹ ക്രൈസ്തവാഹ ചേതി സംസ്കൃതാനുരാഗിഷു സർവവിധ ജനാഹ സന്തി. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ തന്നെ ആദരവുണ്ട് സംസ്കൃതത്തിൽ. സർവജനൈഹി, അപ്പൊ എല്ലാ ജനങ്ങളാലും, പിന്നെ ഈ പറഞ്ഞ ഈ പാർലമെന്റിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ളവർക്കൊക്കെ തന്നെ അപ്പൊ ഈ ആദരഹ സന്തി. പിന്നെയോ അപാര പ്രമാണസ്യ അസ്യ ജനാദരസ്യ സംസ്കൃത ശ്രദ്ധായാഹ ച ലാഭ സ്വീകാരഃ കഥം ഇതി ചിന്തനി. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഇതിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? സംസ്കൃതത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കണം, സംസ്കൃതം ഇങ്ങനെ ജനങ്ങളിൽ നിന്നും വിട്ട് പോകരുത്, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഹൃദയത്തിലെ ജ്വാലയായിട്ട് കൊണ്ടു നടക്കുകയാണ് സംസ്കൃത ദേവത അല്ലെങ്കിൽ സംസ്കൃത മാതുഹു ഭക്താഹ സർവേ ജനാഹ. സംസ്കൃതത്തിലോട് എല്ലാവർക്കും തന്നെ ആദരവുണ്ട്. ആദരവില്ലാത്തവര് വിരലിലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ. അതില് ആരൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു. അതില് നമ്മള് ജയിപ്പിച്ച മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ തന്നെ അതിൽ ആദരവുള്ളവരാണ്. പിന്നെ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിച്ചിട്ട് അവസാനം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഓടിച്ചൊന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ
ആധ്യാത്മിക സാംസ്കൃതിക ഭാഷ ഭാരതസ്യ ആത്മാ കഹ ഇതി പൃഷ്ടേ സതി സ്വാമി വിവേകാനന്ദ ഉക്തവാൻ ആസീത് ധർമ്മഃ സംസ്കൃതിഃ ച ഇതി. അപ്പം അത് മൊത്തം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം. ആധ്യാത്മികത ഭാരതസ്യ ജനജീവനസ്യ പ്രാണാः സംസ്കൃത ഭാഷ വാങ്മയ മാത്രസ്യ ഭാഷ ന ഭവതി അപി തു ആദികാലതഃ അപി അധ്യാത്മ സംസ്കൃത്യോः വാഹികാ ഭാഷ വർത്തते इति कारणतः प्रत्येकः भारतीयः संस्कृतेन सह आत्मनः भावनात्मक संबंधं झटित्येव अनुभवितुं शक्नोति. एवं राष्ट्रजीवने संस्कृतं दृढमूलं वर्तते. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആധ്യാത്മിക സാംസ്കൃതിക ഭാഷ ഭാരതസ്യ ആത്മാ കഹ ഇതി പൃഷ്ഠേ. എന്താ ചോദ്യം? സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്. എന്താ ചോദിച്ചത്? ആധ്യാത്മിക സാംസ്കൃതിക ഭാഷ, ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള ആധ്യാത്മിക സാംസ്കൃതിക ഭാഷ ഏതാണെന്നാ ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? ഭാരതത്തിന്റെ ആത്മാവ് എന്താണ്? ആധ്യാത്മികവും സാംസ്കൃതികവും എന്ന് പറഞ്ഞാൽ സാംസ്കാരികവും. അപ്പൊ അതിനൊരു ഭാഷ ഉണ്ടാവണമല്ലോ. ആ ഭാഷ എന്താ? 3 കാര്യങ്ങളാണ് അതിലൊന്നുള്ളത്. 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മളിൽ നിന്നും വൈദേശികർക്ക് ഭിന്നമായിട്ടുള്ളത്. നമുക്കുള്ള നിധികളായിട്ടുള്ള 3 എണ്ണം, ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. ഒന്ന് ആധ്യാത്മികത. ഭൗതിക ജീവി, വെറും ഒരു മാംസപിണ്ഡമല്ല മനുഷ്യൻ, നമുക്കറിയാവുന്നതാണ്, വേറെ കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അടുത്തത് ആധ്യാത്മികം മാത്രമല്ല, സംസ്കാരം. നമുക്കൊരു സംസ്കാരമുണ്ട്. എങ്ങനെയാണ് അമ്മയെ കാണുന്നത്, എങ്ങനെയാണ് മകളെ കാണുന്നത്, എങ്ങനെയാണ് ഭാര്യയെ തുടങ്ങിയിട്ടുള്ള, ഞാനിപ്പോൾ ആണിന്റെ രീതിയിൽ, അതുപോലെ തന്നെ ആരെങ്കിലും. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ സാംസ്കാരിക രീതിയിലുള്ള, അങ്ങനെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്, അതിന് പിന്നെ ഒരു ഭാഷയുണ്ട്. ഈ ഭാഷ ഏതാണ് എന്ന് സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് ചോദിച്ചു. അപ്പോ ആസീത് ധർമ്മഃ സംസ്കൃതിഃ ച. അങ്ങനെ ഈ ധർമ്മവും സംസ്കൃതിയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഒരു ഭാഷയുണ്ടാവണം. അത് ഭാരതത്തിന്റെ സവിശേഷതയാണ്. ജനജീവനത്തിന്റെ പ്രാണനാണത്. ആധ്യാത്മികം ഭാരതത്തിന്റെ പ്രാണൻ തന്നെയാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അടുത്തത് പറയുന്നത് സംസ്കൃത ഭാഷ വാങ്മയ മാത്രസ്യ ഭാഷ ന ഭവതി. വെറും ഒരു സംഭാഷണത്തിനുള്ള ഇംഗ്ലീഷ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ പോലെ ആണല്ലോ സംസ്കൃതം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കേവലം വാങ്മയസ്യ ഭാഷ ന ഭവതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വെറുതെ ഒരു ഭാഷ, അതിന് പകരം ഏത് ഭാഷ ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. 3ാമത്തെ പോയിന്റാണ്. അപ്പൊ ഇത് ആദികാലത്ത പണ്ട് കാലം മുതലേ അധ്യാത്മ സംസ്കൃതേഹി. അപ്പൊ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മനി അധി ഇത് അധ്യാത്മം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറും ഒരു മൃഗങ്ങള്, ആഹാര നിദ്ര ഭയം മൈഥുനം എന്ന് പറഞ്ഞ മൃഗങ്ങളെ പോലെ അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല. നമുക്ക് ഈശ്വരൻ വിശ്വാസികളാണെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലം എന്തെങ്കിലും വിശ്വസിക്കുന്ന, അപ്പൊ അത് അനുസരിച്ച് നമുക്ക് ഈ ഒരു ജന്മം കിട്ടി, മനുഷ്യ ജന്മം. ഈ ജന്മം കിട്ടിയിട്ട് വെറുതെ കുറെ പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ വീടുണ്ടാക്കി, കാറുണ്ടാക്കി, അത് ഇതും ഒക്കെ വാങ്ങിച്ച് ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ചത്തുപോയിട്ട് പിന്നെ നഷ്ടപ്പെടുത്തി പോയല്ലോ, ഒരു ജന്മം പോയി എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ ആധ്യാത്മിക ജീവികളാണ്. അതൊന്നും അനുഭവിക്കേണ്ടെന്നല്ല, അർത്ഥകാമങ്ങൾ ആവശ്യമാണ്. അത് മാത്രമല്ല, ധർമ്മ മോക്ഷങ്ങൾ ആണ് അതിൻ്റെ ബേസ്. എപ്പോഴും നമുക്ക് നമ്മൾ വെറും ഒരു നേരത്തെ പറഞ്ഞ പോലെ മാംസപിണ്ഡമല്ലല്ലോ, അതിന് പുറകിൽ ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധാർമ്മിക പദ്ധതിയുണ്ട്. അതിനനുസരിച്ച് മോക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ആനന്ദിക്കാവുന്ന ഒരു പന്ഥാവ് ഋഷികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഉള്ള വാഗ്മയങ്ങൾ മുഴുവൻ ഈ സംസ്കൃത ഭാഷയിലാണുള്ളത്.
അതാണ് ആധ്യാത്മിക സംസ്കൃതിയുടെ ഭാഷയാണ്, അത് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. അങ്ങനെ പിന്നെ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭാവനാത്മകം. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ ഭാരതത്തിലുള്ളവരുടെ പ്രത്യേകത എന്താണ്? വൈദേശികരുടെയും നമ്മുടെയും തമ്മിൽ എന്താ വ്യത്യാസം? അവരൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നു അല്ലേ? നമ്മൾ കാണുന്ന തന്നെയാണ് എത്ര പേരാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെയും അവരുടെയും, നമ്മളിപ്പോ ഈ വിദേശത്തൊക്കെ എത്ര പേരാണ് നമ്മുടെ ബ്രെയിന് മുഴുവൻ വർക്ക് ചെയ്യുന്നത്? ബ്രെയിൻ മാത്രമല്ല, കായികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ എല്ലാവരും നല്ല മുകളിലേക്ക് കയറുന്നതാണ്. എങ്ങനെയാണ് ഇത് പറ്റുന്നത്? അവരൊക്കെ പറയുമോ, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവര് അമേരിക്കയിലൊക്കെ തന്നെ IT മേഖലകളിൽ ഒക്കെ തന്നെ മിക്കവാറും സയന്റിസ്റ്റുകൾ അങ്ങനെ തുടങ്ങിയുള്ളവരിലൊക്കെ തന്നെ മുകളിലേക്ക്. എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? എന്തുകൊണ്ടാണ് അത് സാധ്യമാവുന്നത്? അവിടെ ഭാവനയാണ്. നമ്മളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വെറുതെ മൃഗങ്ങളെ പോലെയല്ല. നമ്മൾ ഭാവനയിൽ, ആ ഭാവനയ്ക്ക് ഉതകുന്ന, ഭാവനയെ വളർത്തുന്ന ഒരു ഭാഷയാണ് നമ്മുടെ സംസ്കൃത ഭാഷ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഭാവന, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഭാവനയുണ്ട്. ഓടക്കുഴൽ കാണും, മയിൽപ്പീലി, അങ്ങനെ തുടങ്ങി അങ്ങോട്ട് ഭാവനയുടെ, ഗോപിക എന്ന് പറഞ്ഞാൽ ഗോപികയുടെ അരയിൽ ഒരു കുടം കാണും, പാൽക്കുടം, അങ്ങനെ തുടങ്ങി അങ്ങോട്ട് ഭാവനയുടെ ഇതാണ്. അങ്ങനെ ഭാവനാത്മകമായിട്ടുള്ള ഓരോന്നും, ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭാവനയായി. അങ്ങനെ ഭാവന കുഞ്ഞു നാളിലെ നമുക്ക് ഇങ്ങനെ കഥകളിലൂടെയും സംസ്കൃതത്തിന്റെ കഥകളിലൂടെയും ഒക്കെ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഭാവനാത്മകമായിട്ട്, അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ബുദ്ധി വളർച്ചയുടെ പ്രധാന ഘടകം. ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും തുടങ്ങി അച്ഛനമ്മമാരും ഒക്കെ കൊടുക്കാൻ പറ്റാതെ പണത്തിന്റെ പുറകെ ഓടുന്ന ഒരു സംഭവമുണ്ട്. എന്നാലും പറയാണ്, അങ്ങനെയുള്ള ഭാവനാത്മകമായിട്ടുള്ള ശക്തി അതൊക്കെ സംസ്കൃതത്തിൻ്റെയാണ്. ഏവം രാഷ്ട്രജീവനെ സംസ്കൃതം ദൃഢമൂലം ഭവതി. ഇങ്ങനെ രാഷ്ട്രജീവനത്തില് സംസ്കൃതത്തിന്റെ വേര് ദൃഢമൂലമാണ്, വളരെ അധികം ആഴത്തിലാണ്. അങ്ങനെ ആധ്യാത്മിക സംസ്കൃതിയുടെയും പിന്നെ സംസ്കൃത ഭാഷയുടെയും പിന്നെ ഈ സംസ്കാരത്തിന്റെയും ഭാഷയായിട്ട് സംസ്കൃത ഭാഷ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്തത് നാലാമത്തെ പോയിന്റ്, ഭാഷായാഹ സ്വയം ശക്തി സംസ്കൃത ഭാഷ തു അമൃത ഭാഷ. അസ്യാഹ ഭാഷായാഹ പരിഷ്കൃതം വ്യാകരണം, സൂക്ഷ്മ അതിസൂക്ഷ്മ ഭാവ അഭിവ്യക്തി ക്ഷമത, ശബ്ദ നിർമ്മാണ സാമർഥ്യം ഇത്യാദയോ ബഹവോ ഗുണാഃ സംസ്കൃതായ ഇതര ഭാഷാഭ്യഃ അതതിതരം ശക്തിം ദദാതി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭാഷായഃ സ്വയം ശക്തി സംസ്കൃത ഭാഷ തു അമൃത ഭാഷ. സംസ്കൃത ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ മറ്റുള്ള ഭാഷകൾ എത്രയാണ് നമ്മുടെ ആംഗലേയ അല്ലെങ്കിൽ വൈദേശിക പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലാതായി പോയിരിക്കുന്നു. നമ്മുടെ ഭാഷയുടെ പല ഭാഷകളും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം എന്നല്ല ഉദ്ദേശിച്ചത്, പല തരത്തിലുള്ള ഭാഷകളും നിന്നുപോയി. നമ്മുടെ വൈവിധ്യങ്ങൾ, ആ വൈവിധ്യത്തിൽ ഉടനീളം സംസ്കൃതം ഒരു ഇഴ പോലെ കിടന്നിരുന്നതാണ്. ഈ സംസ്കൃത ഭാഷയാണ് അതിൻ്റെ മുഴുവൻ ഇടയിലുള്ളത്. ആ സംസ്കൃത ഭാഷ അമൃത ഭാഷയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭാഷ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഭാഷ എന്നാണെങ്കിൽ അതിന് സംസ്കൃതം ആയി കഴിഞ്ഞ പാണിനി, ഐന്ദ്രം, ചാന്ത്രം തുടങ്ങി, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങി പലരും ഉണ്ടായിരുന്നു വൈയാകരണന്മാർ. മഹേശ്വരന്റെ സൂത്രങ്ങളാണ് ആദ്യമായിട്ട് സൂത്രരൂപത്തിലൊക്കെ വരുന്നത്. അങ്ങനെ തുടങ്ങി അങ്ങോട്ട് കുറേ ഉണ്ട് പറയുകയാണെങ്കിൽ. പക്ഷെ അതിൻ്റെയൊക്കെ തന്നെ ഈ സംസ്കൃത ഭാഷ അമൃത ഭാഷയായിട്ടാണ് നിൽക്കുന്നത്. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് സംസ്കൃത ഭാഷയാണ്. അമൃത ഭാഷ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ഭാഷ. ഇനി നമ്മളൊക്കെ എന്തായാലും 100-120 വർഷം എത്രയാന്ന് വെച്ചാൽ 140 മാക്സിമം ഒക്കെ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നീട് അടുത്ത തലമുറ, കുറെ തലമുറകൾ ഈ പറയുന്ന ഭാഷ ഉപയോഗിക്കാതെ നിന്ന് പോയാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുമില്ല. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ
ആർക്കെങ്കിലും ആ ഋഷിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 2200 ധാതുക്കളേ ഉള്ളൂ, 2400 ധാതുക്കളുടെ താഴെ ധാതുക്കളേ ഉള്ളൂ, അതിൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഭാഷയാണ്. അല്ലാതെ ശരിക്കും ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയാണ്. കാരണം അതിൽ നിന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എല്ലാം തന്നെ എല്ലാ അർത്ഥങ്ങളും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് സംസ്കൃത ഭാഷയുടെ പ്രത്യേകത. അതാണ് ഇവിടെ പറഞ്ഞ അസ്യാഹ ഭാഷായാഹ പരിഷ്കൃതം വ്യാകരണമാണ് ഏറ്റവും വലിയൊരു സമ്പത്ത്. സൂക്ഷ്മ അതിസൂക്ഷ്മ ഭാവ അഭിവ്യാപ്തി ക്ഷമത, അതൊക്കെ ഓരോ സൂക്ഷ്മമായിട്ട്. ഇപ്പൊ ജലം, നമ്മുടെ വാട്ടർ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വെറുതെ പല 27 പര്യായങ്ങളാണ്. വാട്ടർ എന്നുള്ള ഇംഗ്ലീഷിന്റെ അല്ല, സംസ്കൃതത്തിന്റെ 27 എണ്ണത്തില് വാട്ടർ എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ 1-2 വാക്കുകളാണ് ഇംഗ്ലീഷിലൊക്കെ. അപ്പൊ എന്താണ് അതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന്റെ ഒഴുകുന്ന സ്വഭാവം, അതിന്റെ തണുപ്പ് തുടങ്ങി ഓരോന്നിനും വ്യഞ്ജിപ്പിക്കുന്ന, അതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. ആ സംസ്കൃത ഭാഷ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇന്ന അർത്ഥം എന്ന് പറഞ്ഞ അങ്ങനെ ഡെവലപ്പ്. അതുകൊണ്ട് എന്താണ് ബുദ്ധി വളരെയധികം നമുക്ക് അത്രയും പ്രതിഭകളായിട്ട് മാറാൻ പറ്റും. അതാണ് സംസ്കൃത ഭാഷയുടെ പ്രത്യേകത. ശബ്ദനിർമ്മാണം അടുത്തത്. പുതിയ പദങ്ങൾ കണ്ടെടുത്താൽ നമ്മൾക്കിപ്പോ ഇംഗ്ലീഷിലൊക്കെ അടിപൊളി, ചെത്ത് തുടങ്ങിയുള്ള മലയാളത്തിന്റെ വാക്കുകളൊക്കെ അതിൽ കയറി വന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇല്ല, വാക്കുണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് കയറി പോകും. സംസ്കൃതത്തിൽ അങ്ങനെയില്ല. മറ്റുള്ള ഭാഷയുടെ ഓരോ വാക്കുകൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ഇപ്പൊ മലയാളത്തിലുണ്ട്, മലയാളത്തിൽ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് കയറ്റി. സംസ്കൃതത്തിൽ അങ്ങനെയില്ല. സംസ്കൃതത്തിന്റെ ഭാഷയിൽ മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് നശിക്കാതെ നിൽക്കുന്നത്, എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ സംസ്കൃതം മാത്രമേ ഉള്ളൂ. ആ സംസ്കൃത വ്യാകരണം ഉപയോഗിച്ച് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിരിക്കുക. ആ രീതിയിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഓരോ ഭാഷകളുടെ ഓരോ വാക്കുകൾ, ഇപ്പൊ ഹിതർടു അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ഡ്രാമയിലുള്ള പലതും ഉപയോഗത്തിൽ ശൂന്യമായി. അതിന്റെ മുമ്പ് ആംഗ്ലോ സാക്സണിലെ, അതിന്റെ മുമ്പ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ അങ്ങോട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അതിസൂക്ഷ്മമായിട്ടുള്ള ഭാഷയാണ്. ശബ്ദ നിർമ്മാണത്തിന് ക്ഷമതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗോളദീപഹ, ദണ്ഡദീപഹ, കരദീപഹ. ഇപ്പൊ പുതിയ പദമല്ലേ ടോർച്ച് എന്നുള്ള കരദീപഹ, ദണ്ഡദീപഹ. ഈ പറഞ്ഞ ട്യൂബ് എന്നുള്ളതിന് ദണ്ഡദീപഹ, ബൾബ് എന്നുള്ളതിന് ഗോളദീപ. അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് സംസ്കൃതത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത. അപ്പൊ അതൊക്കെ അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്. ഇത് മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ് അതിന്റെ ശക്തി. അടുത്ത ശക്തി നാലാമത്തെ. ഇനി അടുത്തത് അഞ്ചാമത്തെ. ബഹ്വയഃ സംസ്ഥാഃ സംസ്കൃത പ്രചാരായ ബഹ്വയഃ സംസ്ഥാഃ കാര്യം കുർവന്തി ഏതാഃ ച പരസ്പരം പൂരികാഃ ശൈക്ഷിക സാമാജിക സാംസ്കൃതിക പ്രഭൃതയഃ ബഹുവിധ സംസ്ഥാഃ സ്ഥാനീയാഃ പ്രാന്തീയാഃ അഖില ഭാരതീയാഃ വാ സംസ്കൃത പ്രചാരകാര്യൈഃ സംയോഗം കുർവന്തി കർത്തും ശക്നുവന്തി ച പരം ഏതേഷാം ലാഭസ്വീകരണം സംസ്കൃതജ്ഞാധീനം. അപ്പൊ ഇവിടെ സംസ്കൃതന്മാരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, സംസ്കൃതം പഠിച്ചവരുടെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, ബഹുവഹ സംസ്ഥ, വളരെയധികം സംസ്ഥകളുണ്ട്, ഓരോ പ്രസ്ഥാനങ്ങളുണ്ട്, ഓരോ ഇതിലും ലാംഗ്വേജ് ലാബുകൾ തുടങ്ങി അങ്ങോട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ലാംഗ്വേജിന്റെ മാത്രമല്ല, ഇപ്പം മെഡിസിൻ ആയിക്കോട്ടെ, മെഡിസിന്റെ ഓരോ പ്ലാന്റിനെ കുറിച്ച്, അതിന്റെ ഗവേഷണത്തിനെ കുറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ സംസ്കൃതത്തിൽ എത്തിച്ചേരും. അപ്പൊ സംസ്കൃതജ്ഞന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇതില് അവരുടെ ആവശ്യമില്ലാതെ നടക്കില്ല. അങ്ങനത്തെയാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്നൊക്കെ പറയുന്ന പോലെ സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ അതിൽ പ്രത്യേകതയാണ്. അത് ഇനിയും ഗവേഷണം ചെയ്യാൻ എത്രയെത്ര കാര്യങ്ങളാണ് കിടക്കുന്നത്. അത്രയും അധികം ഗവേഷണ സാധ്യതയുള്ള അറിവിന്റെ ഖനിയായിട്ട് കിടക്കുകയാണ് അങ്ങനെ സംസ്കൃത. അപ്പൊ നമ്മൾ ഇതിലൊക്കെ തന്നെ ഈ പറയുന്ന ശൈക്ഷിക സ്ഥലത്ത്, അധ്യാപക സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോംസ്കിയൻ തിയറി, ബ്ലൂംഫീൽഡ്, പിന്നെന്താണ് സൊസൂർ, ഇങ്ങനെ തുടങ്ങിയുള്ള പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവരിക പാശ്ചാത്യർ.
അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓ അവരൊക്കെ പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നോക്കിക്കഴിഞ്ഞാലോ അവർ ഏതെല്ലാം ഗവേഷണം ചെയ്ത് പാണിനിയൻ തിയറികളാണ്. അവരുടെ ശിഷ്യന്മാരാണത്. അവര് ഈ ഗ്രന്ഥങ്ങളെടുത്ത് അവര് ഗവേഷണം ചെയ്യുന്നു. അവർ ഓരോ തിയറി ഇതിലുള്ള സംസ്കൃതത്തിലുള്ള തിയറി എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അത് മറ്റുള്ളവര് പുതിയൊരു സിദ്ധാന്തമാക്കി അവതരിപ്പിക്കുന്നു. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താണ് ഈ കാണിക്കുന്നത്? സംസ്കൃതക്കാരൊക്കെ ഇതെന്താ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. നമുക്കിത് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ തിയറി നമ്മുടെ പേരിൽ അറിയപ്പെടും. സുസൂറിയൻ തിയറി എന്നൊക്കെ പറയുന്ന പോലെ അവരൊക്കെ സംസ്കൃതം പഠിച്ചിട്ടാണ് ഓരോ ഷഷ്ടി വിഭക്തിയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ടാക്കുക. അതിനെ കുറിച്ച് പുറത്തു കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു തിയറി ആയിട്ട് വരിക. അപ്പൊ നമ്മളുടെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നോക്കണം. അപ്പൊ ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ അടുത്തത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടാൻ പറ്റും. നമ്മളെ ലോകത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ സംസ്കൃതജ്ഞന്മാര് അവിടെയൊക്കെ സമയമാവുന്ന അടുത്ത ഇതിലേക്ക് പോവാ. 6ാമത്തെ പാരഗ്രാഫിലേക്ക്. ജനാനാം പരോക്ഷജ്ഞാനം അധികാംശ ഭാരതീയാനാം സംസ്കൃതസ്യ പരോക്ഷജ്ഞാനം ഭവതി. തസ്യ പ്രമാണം ഏതദേവ യത് വയം യഥാ സരള സംസ്കൃതേന വദാമഹ തദാ തത് ശ്രുത്വാ ജനാഃ അവഗച്ഛന്തി വദന്തി ച അഹം അവഗച്ഛാമി പുനഃ വക്തും ന ശക്നോമി ഇതി. അതഃ സിദ്ധഃ യത് തേഷാം സംസ്കൃതസ്യ പരോക്ഷജ്ഞാനം ഭവതി ഇതി. ബഹവഃ മാധ്യമിക വിദ്യാലയെ സംസ്കൃതം പഠിതവന്തः ഭവന്തി. ബഹൂനാം പൂജാ കഥാ പ്രവചനാദീനാം കാരണതः സംസ്കൃതസ്യ ശ്രവണ സംസ്കാരः ഭവതി. സർവ ഭാരതീയ ഭാഷാസു അധികാः ശബ്ദാः വാക്യരചനാശ്ചാപി സംസ്കൃത ശബ്ദാः സംസ്കൃത വാക്യരചനാः ച. ഏതാദൃശൈः കാരണൈः സംസ്കൃത ഭാഷാഭ്യാസः നൂതനഭാഷായാः അഭ്യാസः ഇവ മഹാശ്രമകരः നാസ്തി. ഏതത്തു സംസ്കൃത കവയേः സംസ്കൃതൈः വൈശിഷ്ട്യം ന ഇതരഭാഷാണാം. സംസ്കൃതത്തിന്റെ മറ്റൊരു വൈശിഷ്ട്യം എന്താണ്? ഇതര ഭാഷകളിൽ ഇല്ലാത്ത ഒരു വൈശിഷ്ട്യത്തെ കുറിച്ചാണ് ഈ 6ാമത്തെ കാര്യത്തിൽ പറഞ്ഞത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഈ സംസ്കൃത ഭാഷ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത് ഓ സംസ്കൃത ഭാഷ കഠിനമാണ്. അങ്ങനെയല്ല. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ സാറിന് അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ കഠിനമാണ് എന്നായിരിക്കും സാധാരണ പറയുക. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷ തുടങ്ങിയുള്ള ഭാഷകൾ 60 മുതൽ 80% സംസ്കൃതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം ഭാഷയിൽ ഉപയോഗ സംസ്കൃതം ഇങ്ങനെ തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയേ അല്ല. ജനാനാം പരോക്ഷജ്ഞാനം ഭവതിയേവ. പ്രത്യക്ഷജ്ഞാനം നമ്മൾ പഠിക്കുന്നുണ്ടോ? സംസ്കൃതം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ഒരാൾക്കും ഒരു ഭാരതീയന് പറയാൻ പറ്റില്ല. സംസ്കൃതമാണ് പറയുന്നതിൽ പലതും സംസ്കൃത വാക്കുകളാണ്. നമ്മൾ കയറി വരുന്ന മുഴുവൻ സംസ്കൃത വാക്കുകളാണ്. അങ്ങനെ പരോക്ഷജ്ഞാനമുണ്ട് നമുക്ക്. പ്രത്യക്ഷത്തിൽ നമ്മൾ സംസ്കൃതം പഠിച്ചിട്ടില്ല, സംസ്കൃതം പറയുന്നില്ല എന്നാണെങ്കിൽ ഇതില് സംസ്കൃതം പഠിച്ചവരൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പറയാം, പൊതുവായിട്ട് പറയാം. അപ്പൊ സംസ്കൃതം പഠിച്ചിട്ടേ ഇല്ല എന്ന് പറയാൻ ഒരു അവകാശവും ഇല്ല. അപ്പം ഭാരതീയ ഭാഷകളിലൊക്കെ തന്നെ വേരൂന്നി കിടക്കുന്നത് സംസ്കൃത ഭാഷയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ 60 മുതൽ 80% സംസ്കൃത വാക്കുകളാണ്. അപ്പൊ അങ്ങനെ സംസ്കൃതം നമ്മൾ അറിയാതെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഞാൻ ചില വാക്കുകൾ ഇപ്പൊ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു അഹം അവഗച്ഛാമി, എനിക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുനഃ വക്തും ന ശക്നോമി, എന്നാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് സംസ്കൃതത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവും എന്നൊക്കെ. സാധാരണ ഒരു കുഞ്ഞു കഥയൊക്കെ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ
അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് കഥയൊന്നും പറയാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ വിദ്യാലയങ്ങളിൽ മാധ്യമിക ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ സംസ്കൃതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മളല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ അത് മാത്രമല്ല പൂജാതി ഇപ്പൊ കാശ്മീരും തുടങ്ങി അല്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ ബംഗാള് അല്ലെങ്കിൽ കേരളം തമിഴ്നാട് ഏത് സ്ഥലത്താണെങ്കിലും അവിടെ പൂജകളിലൊക്കെ തന്നെ സംസ്കൃത മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സത്യമേവ ജയതി തുടങ്ങിയുള്ള എല്ലാം തന്നെ സംസ്കൃതത്തിലാണ്. നമ്മൾ കാണാത്ത കൊണ്ടാണ്, സംസ്കൃതം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്, സംസ്കൃതത്തിലാണ് അതെല്ലാം ഉള്ളത്. അപ്പൊ ഇങ്ങനെ പൂജകളിലും മാത്രമല്ല സംസ്കൃതത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കേട്ടിട്ടുണ്ടാവും തമിഴ്നാട്ടിലും പല സ്ഥലത്തും ഒക്കെ. അത് വേറെ കാര്യം. അതിങ്ങനെ സംസ്കൃതത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സംസ്കാരം തകർന്നാൽ പിന്നെ ഭാരതം ഭിന്നമായിട്ട് മാറും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാംസ്കൃതിക ഭാഷയാണ്. നമ്മളാണ് ഋഷികളുടെ ആ പരമ്പരയിലുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികമായിട്ട് ഒരു ഋഷിയൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ഋഷിയുടെ വാഹകരാണ്. നമുക്ക് ഈ സംസ്കൃതം എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഇംഗ്ലീഷുകാർക്കൊക്കെ സംസ്കൃതം പറയാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. നമുക്ക് 51 അക്ഷരം നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ട്. 51 അക്ഷരം സംസ്കൃതത്തിലെ 51 അക്ഷരാളി എന്ന് പറയില്ലേ, അത് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്കൃതത്തിൽ അതേപോലെ എടുത്തിരിക്കുകയാണ്. ഹയവരടിലാണ് ഞമങ്ങണം ഇങ്ങനെ സംസ്കൃതത്തിൽ അങ്ങനെ പറയുന്നത്. ഈ ഐ ഓ ഔ അബ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇത് കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ്, കൊച്ചു കുട്ടികളാവും. അങ്ങനെ ഭാരതത്തിന്റെ 51 ശക്തി പീഠങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ധ്വനിയിലൂടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ സംസ്കൃതത്തിന്റെ പ്രത്യേകതയാണ് മന്ത്രധ്വനികളുള്ള, നമ്മൾ സാംസ്കാരികമായിട്ട് ഉയരുന്ന ഒരു നീചന് പോലും സാംസ്കൃതികമായിട്ട് ഉയരാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. വളരെ ശ്രമകരമേ അല്ല, പഠിക്കാൻ ഒരു പ്രയാസവും ഇല്ല, വളരെ എളുപ്പം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ ഈ ജന്മം കിട്ടിയിട്ട് നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് സംസ്കൃതത്തിന്റെ മറ്റൊരു വൈശിഷ്ട്യം. നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. എന്നിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിധി കിട്ടിയിട്ട് ചുമ്മാ അത് കല്ലാണെന്ന് പറഞ്ഞ് കളയുന്ന പോലെ, ഒരു രത്നം കിട്ടിയിട്ട് നമ്മൾ കല്ലാണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അങ്ങ് പിച്ചച്ചട്ടിയായിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയുള്ളവരടുത്തല്ല പറയുന്നത്, മറ്റുള്ളവരടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ നല്ല ഭാഗ്യവാന്മാര്. ഈശ്വരാധീനം കൊണ്ട് ഋഷികളുടെ പരമ്പരയിലേക്ക് വരാൻ സാധ്യമുള്ള എന്നെ പോലെ തന്നെ നിങ്ങൾക്കും വരാൻ പറ്റി. അതൊരു ഭാഗ്യമാണ്, ഈശ്വരാധീനം കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുത്ത പോയിന്റിലേക്ക് വരാം, സമയമില്ലാത്തതുകൊണ്ട്. 7ാമത്തെ പോയിന്റ്, മഠമന്ദിരാണാം ആശ്രയഃ മഠാഃ മന്ദിരാണി ച സംസ്കൃതസ്യ മഹാന്തി ആശ്രയഃ സ്ഥാനാനി. അപി അധികതയാ സംസ്കൃത ഛാത്രാവാസാः സംസ്കൃതവിദ്യാലയാः ച മഠമന്ദിരേः ചാല്യമാനാः സന്തി. സമാജേ മഠമന്ദിരാണാം മഹാൻ പ്രഭാവः അസ്തി. മഠമന്ദിരാണാം ശക്തേः ഉപയോഗः സംസ്കൃതായ കരണീയഃ. എന്താണ് പറഞ്ഞത്? മഠത്തിൽ, ഇപ്പൊ ആശ്രമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആശ്രമത്തിലൊക്കെ സംസ്കൃതം പഠിക്കുന്നുണ്ടാവും. പിന്നെ മന്ദിരങ്ങളിൽ, ദേവാലയങ്ങളിലൊക്കെ സംസ്കൃതത്തിൽ ഉപയോഗം ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതെല്ലാം. സംസ്കൃത അങ്ങനെ ആശ്രയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. പിന്നെ അധികതയ സംസ്കൃത അപ്പൊ ഛാത്രാവാസങ്ങളിൽ, ഇപ്പൊ ഈ പറയുന്ന ഹോസ്റ്റലുകളിലൊക്കെ, സംസ്കൃത വിദ്യാലയങ്ങളിൽ, അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലത്തും അവിടെ സംസ്കൃതം വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒക്കെ സംസ്കൃതങ്ങൾ നമുക്ക് പഠിപ്പിക്കാനും ഒക്കെ പോവാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ പഠിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അതീതി ബോധ ആചരണ പ്രചരണം 4 കാര്യങ്ങൾ നമുക്ക് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അധീതി എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുക, സ്വാധ്യായാത്മാ പ്രമഥ എന്ന് പറഞ്ഞു. നമ്മളെ അധ്യയനത്തിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. പിന്നെ അതീതി ബോധവാന്മാരാവുക. അങ്ങനെ പിന്നെ ആചരിക്കുക. ഒരു ദിവസം വിജയദശമി തൊട്ട് വിചാരിക്കുക, ഒരു ദിവസം പോലും സംസ്കൃതത്തിന്റെ ഒരു വാക്യം ഉണ്ടെങ്കിൽ ആ ഒരു വാക്യം
ഭഗവത്ഗീത ആയിക്കോട്ടെ, ഉപനിഷത്ത് ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഒരു വാക്യം പഠിച്ചിരിക്കും, ഒന്ന് വായിച്ചെങ്കിലും ഇരിക്കും എന്ന് നിശ്ചയിക്കുക. അപ്പൊ അങ്ങനെ ബോധം, ആചരണം, പിന്നെ പ്രചരണം, അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത് 8ാമത്തെ ലാസ്റ്റ് വൺ. അടുത്തത് അഖില ഭാരതത്വം സംസ്കൃത ഭാഷായാം വിഹായ അന്യാഹ സർവാഹ ഭാഷാഃ പ്രാദേശിക്യഃ ഭവന്തി. സംസ്കൃത ഭാഷ ഏകാ ഏവ അസ്തി യാ അഖില ഭാരതീയ പ്രാദേശിക ഗന്ധരഹിത ച. അത അസ്യാഹ അവിരോധത്വം സാർവദേശികത്വം സർവഗ്രാഹകത്വം സർവഗ്രാഹ്യത്വം ച സർവഭാരതീയ ഭാഷാണാം പൂരക ഭാഷ ഏഷാ ഇതി കാരണതഃ ആധുനിക ശബ്ദാനാം ആവശ്യകത പൂരയിതും സംസ്കൃതം സമർത്ഥം ഇതി അസ്തി ഇതി കാരണതഃ ച സംസ്കൃതസ്യ സാർവത്രിക സ്വീകൃതി ഭവതി. ഇനി എല്ലാ സ്ഥലത്തും ഇത് സ്വീകരിക്കപ്പെടുന്ന എന്തോ അഖില ഭാരതത്വം, അതാണ് ഒരു പ്രത്യേകത. മറ്റുള്ള ഭാഷ, മലയാളമാണെങ്കിൽ മലയാളത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ, ഹിന്ദി നാടുകൾ അവിടെ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മലയാളം പറഞ്ഞാൽ ഒരു മനുഷ്യനും മനസ്സിലാവില്ല. സംസ്കൃതത്തിൽ അങ്ങനെയല്ല. ഒരു സംസ്കൃതക്കാരൻ മലയാളത്തിൽ എടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് സംസ്കൃതക്കാരന് കുറച്ച് ഏത് ഭാഷ, ഇപ്പൊ തമിഴ് എവിടെയാണെങ്കിലും ചെന്നാലും നമുക്ക് അതിനൊരു ഇതുണ്ട്. അതിന്റെ രേഖകളൊക്കെ ഉണ്ട്. ആദ്യ ദ്രാവിഡ ഭാഷയുടെ എത്ര ധാതുക്കളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൊന്നും പോകാൻ സമയമില്ല. അപ്പൊ അങ്ങനെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പ്രാദേശിക ഭാഷകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ സംസ്കൃത ഭാഷയ്ക്കുണ്ട്. എല്ലാ ഭാഷകളുടെയും വേരായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷകളൊക്കെ പഠിക്കാൻ, പണ്ട് നമുക്കറിയാലോ, ഓരോരുത്തർ 16 ഭാഷ പഠിച്ചു, 18 ഭാഷ പഠിച്ചു. എങ്ങനെ പഠിക്കുന്നത്? ഈ സംസ്കൃത ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ് പഠിക്കാൻ. മറാഠി പഠിക്കാൻ എളുപ്പമാണ്, മറ്റുള്ള ഭാഷകളൊക്കെ പഠിക്കാൻ. ഹിന്ദി എളുപ്പമാണ്, അത് നമുക്കറിയാമല്ലോ. അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ എളുപ്പമാണ്. സംസ്കൃത ഭാഷ പഠിച്ചാൽ ജർമ്മൻ എളുപ്പമാണ്. ഈ പറഞ്ഞ ജർമ്മൻ എന്നാണ് ബാക്കിയുള്ള ജർമ്മൻ, അതിന്റെ പറയാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഞാൻ അത് വിവരിച്ചു തന്നേനെ, ഏതോ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഭാഷകളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ആധുനിക ഭാഷകൾ വരെ സംസ്കൃത ഭാഷയുടെ പുത്രികളായിട്ട് കാണപ്പെടും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാർവത്രിക സ്വീകൃതി എല്ലാ സ്ഥലത്തും നമുക്ക് സ്വീകാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് സംസ്കൃതത്തിന്റെ ശക്തികൾ. ഇതെല്ലാം പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യുക, അതൊക്കെ വിവരിക്കുക. മലയാളത്തിൽ വിവരിച്ചാൽ മതി. പിന്നെ ഇനി സമയം താമസിച്ചുകൊണ്ട് മാത്രം ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാം. നമസ്കാരം. ശ്രീനിവാസൻ മാഷ് വളരെ വ്യക്തമായി തന്നെ ആ കവിതാഭാഗവും അതേപോലെ തന്നെ സംസ്കൃതത്തിന്റെ ശക്തിയും നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ, ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നമുക്കൊരു 10 മിനിറ്റ് കൂടി തുടരാം. അപ്പൊ അതിനുവേണ്ടി മുന്നോട്ട് വരിക. പക്ഷേ നമസ്കാരം. അഗ്നിയെ കുറിച്ച് മനസ്സിലായി. ഹൃദയത്തിൽ